ഇനി 2017 ക്വസ്റ്റൻ ആണ്. അറ്റോമിക് സ്പെക്ട്രം എന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റൻ നമുക്ക് ചെയ്ത് നോക്കാം. The ratio of wavelength of last line of Balmer and last line of Lyman series is. Okay, അപ്പോൾ നമ്മൾ സ്പെക്ട്രമിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ലാസ്റ്റ് ലൈനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ ലാസ്റ്റ് ലൈൻ ഓഫ് ബാൾമാർ എന്ന് പറഞ്ഞാൽ എന്താ? ബാൾമാർ ആകുമ്പോൾ നമുക്കറിയാം N1ൻ്റെ വാല്യൂ 2ഉം ലാസ്റ്റ് ലൈൻ ആയതുകൊണ്ട് N2ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ശരിയല്ലേ? അതുപോലെ ലാസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ ആകുമ്പോൾ നമുക്കറിയാം ലൈമാൻ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൽ N1ൻ്റെ വാല്യൂ 1 ആണ്, ലാസ്റ്റ് ലൈൻ ആയതുകൊണ്ട് N2ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ് അല്ലേ? ഇനി നമുക്ക് വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 1/λ is equal to RH into 1/N1 square minus 1/N2 square. ഇതല്ലേ ഇക്വേഷൻ. അപ്പോൾ വാല്യൂ പുട്ട് ചെയ്താൽ മതി. ആദ്യമേ നമുക്ക് ബാൾമാർ അല്ലേ വേണ്ട. അപ്പോൾ 1/λ of Balmer is equal to RH into 1/N1ൻ്റെ വാല്യൂ 2 അല്ലേ? അപ്പോൾ 2ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 4 എന്ന് വരും. മൈനസ് 1/ഇൻഫിനിറ്റിൻ്റെ സ്ക്വയർ. 1/ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 0 അല്ലേ? അപ്പോൾ ആ ടേം അങ്ങ് പോയി കിട്ടും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് λb എത്ര കിട്ടും? λb is equal to 4/RH എന്ന് കിട്ടത്തില്ലേ? അത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. സെക്കൻഡ് കേസിൽ 1/λ ഓഫ് ലൈമാൻ ആകുമ്പോൾ N1ൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? അപ്പോൾ RH ഇൻറ്റു 1/1ൻ്റെ സ്ക്വയർ മൈനസ് 1/ഇൻഫിനിറ്റിൻ്റെ സ്ക്വയർ. N2ൻ്റെ വാല്യൂ ഇവിടെ ഇൻഫിനിറ്റി ആണ് ലാസ്റ്റ് ലൈൻ ആയതുകൊണ്ട് അല്ലേ? അപ്പോൾ ഇതങ്ങ് 0 ആയിപ്പോൾ. അപ്പോൾ ഇത് 1 എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് λL ദാറ്റ് ഈസ് ലൈമാൻ്റെ വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു 1/RH എന്ന് വരും. ശരിയല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ, റേഷ്യോ അല്ലേ വേണ്ടേ? അപ്പോൾ RH ക്യാൻസൽ ആയി പോകും. അപ്പോൾ λb ഡിവൈഡ് ബൈ λL is equal to എത്ര എന്ന് കിട്ടും? 4 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി is the ആൻസർ 4. ഓക്കെ. ബാക്കി ഈ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അറ്റോമിക് സ്പെക്ട്രത്തിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് പോയി കാണാം. ഓക്കെ.